സ്മൃതി, ഒരു ഭാഗത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനായുള്ള ബസ് വന്നു കിടക്കുന്നു. തൊട്ടടുത്ത് തന്നെ പോലീസുകാരുണ്ട്. ഇവിടെ ഇപ്പോൾ 3 പ്രവർത്തകർ ഇപ്പോൾ താഴെയുണ്ട്. അതിൽ 2, അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും കൽപ്പറ്റയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായ ഹർഷൽ അടക്കമുള്ള ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാനായി ആംബുലൻസ് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് പിരിഞ്ഞു പോയിട്ടില്ല. പോലീസ് നിലവിൽ കൽപ്പറ്റ ടൗണിൽ തന്നെ, കൽപ്പറ്റ ഈ റോഡിൽ തന്നെ തുടരുകയാണ്. നിലവിൽ ഗതാഗതം ഒരു ഭാഗത്ത് ക്ലിയർ ചെയ്ത വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടെങ്കിൽ പോലും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. റോഡിനൊരു ഭാഗത്ത് പോലീസുകാർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് എതിർഭാഗത്തായാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ 2 നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിന്റെ ലാത്തിയടിയിൽ മർദ്ദനമേറ്റ്, ക്രൂരമായ മർദ്ദനമേറ്റ് നിലത്തു കിടക്കുന്നത്. ഇവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണോ? അതായത് 4ഓളം പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പരിക്ക് വെച്ചിട്ടുണ്ട്. അവരെ 4, ഇപ്പോൾ 2 ആളെ ആംബുലൻസിലല്ലാണ്ട് പോകാൻ പറ്റില്ല. നേരത്തെ 3 ആളെ കൊണ്ടുപോയി, ഓട്ടോയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇവർ 2 ആൾ ആംബുലൻസ് അല്ലാണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ 2 ആൾക്ക് നല്ല പരിക്കാണ് പറ്റിയിട്ടുള്ളത്. ഒരാളെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഒരാളെ കാലിന് ഒടിവുണ്ട്. അപ്പോൾ എന്തായാലും ആംബുലൻസിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആംബുലൻസ് വെയിറ്റ് ചെയ്യണം. വലിയ രീതിയിലുള്ള ഇതാണ്. നമ്മൾ വളരെ മാന്യമായിട്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. ആ രീതിയിൽ ഇത്തരത്തിൽ ഗ്രനേഡ് വരെ പൊട്ടിച്ചിട്ട് ആളുകളെ, പബ്ലിക്കായിട്ടുള്ള ആളുകളെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു സമീപനം പോലീസിൻ്റെ ഭാഗത്തുണ്ടായി. അതെന്താണ് ഈ ഒരു വിഷയത്തിൽ സമരം ചെയ്യുമ്പോഴും പോലീസ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ. സ്മൃതി, വളരെ ന്യായമായ ഒരു ആവശ്യം. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ധനസഹായം വൈകുന്നു എന്നതിൽ പ്രതിഷേധിച്ചാണ് വലിയ തോതിൽ പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ ഈ പ്രവർത്തകരെ വാഹനത്തിലേക്ക് കയറ്റുകയാണ്. വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പരിക്കേറ്റ 2 ആളുകളെ കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാനായി വാഹനവുമായി എത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സമാധാനപരമായിട്ടുള്ള സമരമായിരുന്നു. മക്കളവിടെ തുടങ്ങൂല. നായിക പോലെ ഞങ്ങൾ കാണിക്കാതെ നിർത്തിരിക്കും. പോലീസരാ പറയുന്നത്. ചത്തിട്ടല്ലാണ്ട് പോവില്ല. ഇയൊന്ന് കാക്കി ഊരിച്ച് നടക്കുള്ളൂ. എടാ, ഇയൊന്ന് കാക്കി നടക്കുള്ളൂ. ഇത് മലക്കെടുക്കും. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. പോലീസുമായി വലിയ രൂപത്തിൽ വാക്തർക്കവും ഉണ്ടായിരിക്കുന്നു. പരിക്കേറ്റ നിരവധി പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല അല്ലെ? അറസ്റ്റ് ചെയ്ത് നീക്കാത്തത് എന്താണ് പോലീസ്?
സ്മൃതി, നേരത്തെ ഈ കളക്ടറേറ്റിന് മുൻഭാഗത്തെ പ്രധാന കവാടത്തിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷമാണ് ലാത്തി ചാർജ് നടന്നത്. 2-3 തവണ ലാത്തി ചാർജ് നടന്നു. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. കോൺഗ്രസിന്റെ കൂടുതൽ പ്രവർത്തകർ അടക്കമുള്ളവർ കൽപ്പറ്റയിലേക്ക് എത്തുകയാണ്. അതിനിടയിൽ ഈ പ്രതിഷേധ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ശ്രമം ഇതിനിടയിലാണ് വീണ്ടും കൂടുതൽ ആളുകൾ, അതായത് കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൽപ്പറ്റയിലേക്ക് എത്തി പോലീസുമായി പ്രതിഷേധമുണ്ടാകുന്നത്. പോലീസിൽ പ്രധാനമായും മാനന്തവാടി ഡിവൈഎസ്പി ബിജുരാജ്, സുൽത്താൻ ബത്തേരി SI സന്തോഷ് അടക്കമുള്ളവർക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. ഒരു തരത്തിലുമുള്ള പ്രകോപനം ഉണ്ടാകാതെ സ്വാഭാവികമായി ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള ഒരു വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. അതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ക്രൂരമായ ഇടപെടലുണ്ടായത്. പോലീസ് ഒരു ഇടവേളയിൽ ഈ ടിയർ ഗ്യാസ് പൊട്ടിച്ചെറിഞ്ഞു. അതോടൊപ്പം ലാത്തിചാർജ് നടത്തി. 4 തവണയാണ് പോലീസ് റോഡിൽ ലാത്തിചാർജ് നടത്തിയത്. ഇപ്പോൾ ടൗണിൽ പോലീസിനോടെതിരെ പ്രതിഷേധം നടത്തി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ അടക്കമുള്ളവർ ഇവിടെ എത്തി പോലീസുകാരുമായി പ്രതിഷേധിക്കുന്നു. പോലീസുകാരോട് വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തുന്നു. ഇത്തരത്തിൽ ക്രൂരമായ ലാത്തി ചാർജ് നടത്തിയതിനെതിരെ പോലീസിനെതിരെ വലിയ ഒരു പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കമുള്ള കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഈ പരിക്കേറ്റ 3 പ്രവർത്തകരെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോകാനായി ഇപ്പോൾ സ്മൃതി, ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ പ്രവർത്തകർ ചേർന്ന് മാറ്റുകയാണ്. പോലീസ് സംഘം റോഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിന് എതിർഭാഗത്തായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ പരിക്കേറ്റ പ്രതിഷേധക്കാരെ വാഹനത്തിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ദൈവമായി പിടിച്ചോ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കലക്ട്രേറ്റിന് മുന്നിൽ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടുകൂടിയാണ് പ്രകോപനത്തിന് തുടക്കം. പിന്നീട് പോലീസ് പ്രവർത്തകരെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയായിരുന്നു. നിരവധി പ്രവർത്തകർക്ക് തലയ്ക്കും കാലിനുമൊക്കെ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. കുറേ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റി. ചില പ്രവർത്തകർ പരിക്കേറ്റിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ അവിടെ പ്രതിഷേധിക്കുകയാണ്. ശരീരമാസകലം ലാത്തിയുടെ പാടുകളുമായി ഒരു പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. നജാഫ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ്